ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി വെച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ. അങ്ങനെ നമ്മുടെ ശിവനും രാജീവനും കൂടെ എത്തിയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ. എങ്ങനെയെങ്കിലും പോലീസുകാരെ ചാക്കിലാക്കിയിട്ട് അവരൊന്ന് വെളിയിൽ ഇറക്കണം. അപ്പം അതിനുള്ള എന്തെങ്കിലും പഴുതുകളൊക്കെ കിട്ടുമെന്നോർത്താണ് രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും 4 പ്രതികളും നിൽക്കുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, 4 പ്രതികളല്ല 2 പേരെ കാണുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് നമ്മുടെ ശിവനൊക്കെ താങ്ങാനായിട്ട് കഴിയുമോ? സ്വന്തം മക്കള് പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ലോക്കപ്പിനകത്ത് ഇടിച്ച് ചതഞ്ഞ പരിപ്പിളക്കി പിഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്കും ഏതൊരച്ഛനും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പൊ ആ ഒരു കാഴ്ചയാണ് നമ്മുടെ ശിവൻ കാണാൻ പോകുന്നത്. അങ്ങനെ ആദ്യം കയറി ചെല്ലുന്നത് നേരെ നമ്മുടെ സിയുടെ അടുത്തേക്ക് തന്നെയാണ്. അപ്പൊ സിയുടെ കാര്യം അറിയാലോ, പുള്ളിക്കാരൻ അമ്പിലും വില്ലിലും ഒന്നും അടുക്കത്തില്ല. പുള്ളിക്കാരൻ മാക്സിമം എത്രമാത്രം ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ, അങ്ങേയറ്റം വരെ പോകാൻ പറ്റുമോ അതിനുവേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ അലീനെ കൊണ്ട് പരാതി എഴുതി ഒപ്പിടിപ്പിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അത് തന്നെയാണ് പുള്ളിക്കാരന്റെ മനസ്സിൽ. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മുടെ ശിവനും രാജീവനും കയറി ചെല്ലുന്നത്. അങ്ങനെ ശിവനും രാജീവനും കയറി ചെന്ന് എക്സ്ക്യൂസ് മീ സാറിന് ചോദിച്ചപ്പോഴത്തേക്കും കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ കയറി വന്ന ഉടനെ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ എന്റെ പേര് ശിവൻ, കൈതക്കൽ കൊല്ലപ്പറമ്പിൽ നിന്ന് വരിക, കൈതക്കൽ എന്നാണ് എന്റെ വീട്ടുപേര്. ശിവൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൈതക്കൽ നല്ല പരിചയം ഉണ്ടല്ലോ, നല്ല പരിചയമുള്ള പേരാണല്ലോ എന്ന് പറയുമ്പോ പരിചയം കാണും സാറേ, പരിചയം കാണും. കാരണം ഇപ്പം വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണിത്, അപ്പൊ അതുകൊണ്ട് പരിചയം കാണും. അങ്ങനെ നമ്മുടെ ശിവൻ ഒന്നും കൂടെ എടുത്തു പറഞ്ഞു, അത് പിന്നെ ഇവിടെ ഇപ്പം അറസ്റ്റ് ചെയ്തിരിക്കുന്നില്ലേ, അതായത് ബലാത്സംഗം ചെയ്തെന്നൊന്നും പറയുന്നില്ല, ഹരിയുടെ അച്ഛനായെന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഓ ഹരി എന്ന് വെച്ചാല് അത് പിന്നെ സാറേ എന്താണോ തനിക്ക് പറയാൻ ഇത്ര ബുദ്ധിമുട്ട്, ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിന്ന് താൻ പറയുക, അങ്ങനെയല്ല പറയേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശിവനൊന്നും മിണ്ടുന്നില്ല. അപ്പൊ രാജീവും പറഞ്ഞു, അത് പിന്നെ സാറേ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊന്നുമല്ല, കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം, ഞങ്ങളിപ്പം ജോലി ചെയ്യുന്നത് പുറത്താണ്, ഈ കേസ് അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞപ്പോ കേസ് അറിഞ്ഞിട്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ നിങ്ങൾ കരുതിയത്? നിങ്ങളുടെ മക്കളെ ഇവിടെ നിന്ന് രക്ഷിച്ചോണ്ട് പോകാൻ പറ്റുമെന്ന് കരുതിയോ? അതെ, വെറും മോഹം മാത്ര, അങ്ങനെയൊന്നും രക്ഷിക്കാൻ പറ്റുന്ന കേസല്ലടോ ഇത് എത്ര മാത്രം സ്ട്രോങ് ആയ കേസാണെന്നേ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, പത്രത്തിലൊക്കെ വന്നു കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നല്ല അവന്മാരെ രക്ഷിച്ചോണ്ട് പോകാനൊന്നും നിങ്ങൾക്ക് പറ്റത്തില്ല. ഇളകും ആൾക്കൂട്ടം, ഇപ്പൊ ആകെ ഇളകി മറിഞ്ഞിരിക്കുക. അവന്മാരെ പുറത്തെങ്ങാനും ജാമ്യത്തിലെങ്ങാനും എടുത്തോണ്ട് പോയി കഴിഞ്ഞാലേ വീട് കയറിയായിരിക്കും അവന്മാരെ തല്ലാൻ പോകുന്നത്. ഏറ്റവും സുരക്ഷിതത്വമായ സ്ഥലം ഇത് തന്നെയാണെന്നേ, പോലീസ് സ്റ്റേഷൻ. അല്ലെങ്കിൽ ഇനി അവന്മാര് നേരെ സെൻട്രൽ ജയിലിലേക്ക് പോകും. അതൊക്കെ തന്നെ അവന്മാർക്ക് സുരക്ഷിതത്വമായ സ്ഥലം. മാത്രമല്ല ഇപ്പൊ അറിയാലോ, ഈ സെൻട്രൽ ജയിലിലെ ചിക്കന് മട്ടന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, സുഖസുന്ദരമായിട്ട് അവിടെ അവർക്ക് താമസിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പം സാറേ ഞങ്ങള് ഏതറ്റം വരെ പോകാനും തയ്യാറാണ്, എങ്ങനെയെങ്കിലും രണ്ടുപേരെയും ഒന്ന് രക്ഷിക്കണം സാറേ, രണ്ടുപേർക്കും ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണ്. ഒരു അബദ്ധം ആർക്കാ സാറേ പറ്റാത്തത്, ഒരു തെറ്റ് ആർക്കാ സാറേ പറ്റാത്തത്? അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി എന്ത് ചെയ്യാനാന്ന് പറയുമ്പോ ഒരു തെറ്റോ? താൻ എന്താ പറയുന്നത്? ഒരു തെറ്റാണോ പറ്റിയിരിക്കുന്നത്? ആ ഹരി എന്ന് പറയുന്ന അവനുണ്ടല്ലോ, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിന്ന ഒരു സെർവന്റിനെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. ആ പെങ്കൊച്ച് രക്ഷപ്പെട്ടത് എങ്ങനെയാ? കത്രികയുണ്ടോ കുത്തിയിട്ട് തന്നെ ആ പെങ്കൊച്ച് രക്ഷപ്പെടുകയല്ലേ ചെയ്തത്. അപ്പൊ ഇത് ഒരു പ്രാവശ്യമൊന്നുമല്ല, പല തവണ. ഏതൊക്കെ കുട്ടികൾ ഇവനിൽ ഇരയായിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതിൽ ഒരാൾ മാത്രം വെളിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലാതെ എത്ര പേര് ഇവന്റെ ചുറ്റും ഉണ്ടായിരുന്നു, ഇവൻ എത്ര പേരെ ട്രാപ്പിലാക്കി കാണുന്നു ആർക്കും അറിയാൻ പറ്റത്തില്ല. മാത്രമല്ല അവൻ കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാ. മക്കളെ വളർത്തുമ്പോഴേ പണം മാത്രം കൊടുത്താൽ പോരാ, അവര് എവിടെ പോകുന്നു, കോളേജിൽ പോകുന്നുണ്ടോ, തിരിച്ചു വരുന്നുണ്ടോ, അവരുടെ കൂട്ടുകെട്ട്, ഇതെല്ലാം അന്വേഷിക്കണമായിരുന്നു. അല്ലാതെ പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നൊക്കെ വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് കഷ്ടപ്പെടുമ്പോ മാതാപിതാക്കൾ വിചാരിക്കണം, ഞാൻ അവസാനമായിട്ട് പറയാ, ഇറങ്ങിക്കോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നീതി ഒന്നും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്കല്ല ഞങ്ങൾ നീതി മേടിച്ചു കൊടുക്കേണ്ടത്,
ഇപ്പം ഒരു പെങ്കൊച്ചുണ്ടല്ലോ, ആ പെങ്കൊച്ചിനാ നീതി മേടിച്ചു കൊടുക്കേണ്ടത്. നാണമില്ലടോ തനിക്കൊക്കെ. മക്കളാണെങ്കിലും ഇതുപോലെ തെറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും പുറത്തിറക്കിക്കൊണ്ട് പോകാനുമായിട്ട് ഇവിടെ ഇതൊന്നും പറ്റത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, കോടതി, ഈ വക്കീല്, ഇതൊക്കെ വെച്ച് വാദിക്ക്. ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിക്കണോ, അല്ലാതെ ഇവിടെ നിന്ന് യാതൊന്നും കിട്ടുമെന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. അല്ല, ഞങ്ങളുടെ മക്കളെ ഒന്ന് കാണാൻ പറ്റുമോ സാറേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, കാണാനോ, എന്തിനാണോ കാണുന്നേ? അതുങ്ങളെയൊക്കെ മക്കളെ എന്ന് വിളിക്കാൻ നാണമില്ലേ നിനക്കൊക്കെ? കാണേണ്ട ഒരു കാര്യമില്ല, അവിടെ തല്ലി ചതച്ചിട്ടിട്ടുണ്ട്. നീ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തല്ലി ചതച്ച സാധനങ്ങൾ അവിടെ കിടപ്പുണ്ട്, വെറും വേസ്റ്റാ, പോയി കാണാൻ പറ്റുമെങ്കിൽ കണ്ടോ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ശിവന് കാണാനുള്ള ആ ഒരു മനഃശേഷിയൊന്നും ഇല്ലെങ്കിൽ പോലും കാണാനായിട്ട് ശിവനും രാജീവനും കൂടെ ചെല്ലുന്നുണ്ട്. ഏതായാലും ചെന്ന് കഴിയുമ്പോൾ വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ് കേട്ടോ നമ്മുടെ ഹരിയൊക്കെ നിൽക്കുന്നത്. എന്ത് ചെയ്യാനാണ്? ഹരിയുടെ മുഖത്ത് വലിയൊരു സഹായ അവസ്ഥയോ പശ്ചാത്താപമോ കുറ്റബോധമോ ഒന്നുമില്ല. മൊത്തം കുറ്റബോധവും പശ്ചാത്താപവും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിടെ രോഹിത്തിന് മാത്രമാണ്. രോഹിത് വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. താൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എന്ന് രോഹിത്തിന് തന്നെ ഉറപ്പുണ്ട്. അപ്പൊ രോഹിത് ഞാൻ തെറ്റ് ചെയ്തില്ല എന്നൊന്നും പറയാൻ പോകുന്നില്ല. പിന്നെ തെറ്റിന് കൂട്ടുനിന്നു, അവിടെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ആ പെൺകുട്ടീനെ രോഹിത്തിനാണെങ്കിലും ഒന്ന് രക്ഷിക്കായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ രോഹിത് കാര്യങ്ങൾ തിരുത്തി ഒന്നും പറയുന്നൊന്നുമില്ല. ഞാൻ തെറ്റ് ചെയ്തില്ലെന്നൊന്നും പറയുന്നില്ല. ഏതായാലും ശിവൻ ഹരിനെ നോക്കിയിട്ട് എന്താടാ ഇത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരു പുച്ഛ മനോഭാവം ഉണ്ട് മുഖത്ത്, പക്ഷെ ഒരു സങ്കടവുമുണ്ട് തന്റെ മകനാണല്ലോ എന്ന് ഓർത്തിട്ട്. ഏതായാലും നമ്മുടെ ഹരി ഒരു വല്ലാത്തൊരവസ്ഥയെ തന്നെയാണ് ശിവനെയും നോക്കുന്നത്. അങ്ങനെ രാജീവനും ശിവനും ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഉപകാരവും ഇല്ലാതെ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വരിക. ഏതായാലും അടുത്ത സീൻ എന്ന് പറയുന്നത് നേരെ നമ്മുടെ ശിവനും രാജീവനും ചെല്ലുന്നത് വൈജയനെ കാണാനായിട്ടാണ് കേട്ടോ. അങ്ങനെ വൈജയനെ കാണാനായിട്ട് ചെല്ലുന്നു. അങ്ങനെ ശിവനും രാജീവനും വൈജയുടെ റൂമിലേക്ക്, അതായത് ഹോസ്പിറ്റലിലെ റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിലേക്ക് ചെല്ലുന്ന ഉടനെ തന്നെ നമ്മുടെ വൈജ ചോദിക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നോ, അവരെ കണ്ടായിരുന്നോ, നമ്മുടെ മക്കളെ കണ്ടായിരുന്നോ എന്ന്. അപ്പം പറഞ്ഞു, കണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. വൈജേ, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്. എന്താ ശിവേട്ട, പിന്നെ എന്താ ചെയ്യേണ്ടത്? കുടുംബത്തിലെ 2 മക്കളാ ഇപ്പൊ ആ ഒരു കേസിൽ പെട്ടിരിക്കുന്നത്. അതെ, ഈ കേസൊക്കെ ശരിയാ, തെറ്റാ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മുടെ മക്കളെ അങ്ങനെ അങ്ങനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് ഒരിക്കലും പറ്റുന്ന കാര്യമല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങള് തൊട്ടടുത്ത ഫ്ലൈറ്റ് കയറി ഇപ്പൊ ഇവിടെ വന്ന് എത്തി നിൽക്കുന്നത്. വൈജയ്, ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ CIനെ കണ്ട് സംസാരിച്ചു. ഇനി CIനെ അല്ല, ആരെ കണ്ട് സംസാരിച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ലെന്നാ പറയുന്നത്. കേസ് കോടതിയിലേക്ക് പോകും, പിന്നെ വാദമായി, കേസായി, പുലിവാലായി, പിന്നെ മിക്കവാറും സെൻട്രൽ ജയിലിലേക്ക് വിടും. ആ ഒരു ഇതാ ഇപ്പൊ തോന്നുന്നത്. അറിയാലോ, പെങ്കൊച്ചിന് 18 വയസ്സായോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. അങ്ങനെ വല്ലതും ആണെങ്കിൽ തീർന്നു. പിന്നെ ആൾക്കാരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് പുറത്തിറങ്ങിയാൽ പോലും സ്വസ്ഥതയും സമാധാനത്തോടും കൂടി അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇനിയിപ്പം എങ്ങനെയെങ്കിലും മക്കളെ നാട് കടത്തി വിടുക, വേറെ എങ്ങോട്ടെങ്കിലും ജോലിക്ക് വിടുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഠിക്കാൻ വിടുകയോ ഒക്കെ ചെയ്യാം പുറത്തിറങ്ങിയാല്. പക്ഷെ പുറത്തിറങ്ങണ്ടേ? അല്ല ശിവേട്ട, എന്താ പുറത്തിറക്കാൻ വഴി? ഏതറ്റം വരെ വേണമെങ്കിലും പോകാം. പൈസ വാരി എറിയണോ? നമുക്ക് എറിയാം. കുടുംബവും വിറ്റ് എല്ലാം വിറ്റ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അവരെ പുറത്തിറക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവൻ പറയാണ്, പുറത്തിറക്കാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അത് നീയും കൂടെ ചിലപ്പോൾ മനസ്സ് വെച്ചാലേ നടക്കത്തുള്ളൂ. ഞാനും കൂടെ മനസ്സ് വെക്കുന്ന എന്ത് വഴിയാ? എന്താണെങ്കിലും എനിക്ക് സമ്മതമാ, ഞാൻ സമ്മതിക്കാം. അതെ, വേറൊന്നുമല്ല, നിന്റെ ശത്രു ഉണ്ടല്ലോ, പ്രധാന ശത്രു. നിന്റെ ശത്രു ആരാന്ന് നിനക്കറിയാമോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ശത്രുവോ? എനിക്ക് ഏത് ശത്രു? രവീന്ദ്രൻ, സോറി, ബാലേന്ദ്രനെ കുറിച്ചാണോ പറയുന്നത്? ഹേയ്, ബാലചന്ദ്രൻ നിന്റെ ശത്രുവാണെന്ന് നിനക്ക് തോന്നുന്നല്ലേ? പക്ഷെ അവൻ നിന്റെ ശത്രുവല്ല. നീ ശത്രുവായിട്ട് കാണുന്ന പ്രധാന ആളുണ്ടല്ലോ, അലീന ആയിരിക്കും. അവളോട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അവൾ ഒറ്റയൊരുത്തി കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്? അവൾ ഒറ്റയൊരുത്തി കാരണമല്ലേ ഈ വീട്ടിൽ ഈ കുടുംബ പ്രശ്നം വന്നതും? അവളുടെ എണ്ണക്കേട് കൊണ്ടാ ഇങ്ങനെ സംഭവിച്ചതൊക്കെ. അപ്പൊ രാജീവും പറഞ്ഞു, എന്തിനാ വൈജയ് നീ വീണ്ടും വീണ്ടും അവളുടെ മെക്കിട്ട് കയറുന്നത്? എന്തൊക്കെ പറഞ്ഞാലും അവളെ കുറ്റപ്പെടുത്തി നിനക്ക് ചെറിയൊരു സുഖം കിട്ടുമായിരിക്കും. പക്ഷെ തെറ്റ് ചെയ്തത് നമ്മുടെ കുടുംബത്തിലെ 2 ആൺതരികൾ തന്നെയാ. അതിന് അവളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളെയും പറയണം. ഓരോന്നിനെ വളർത്തുമ്പം അതുപോലെ വളർത്താഞ്ഞിട്ട് തന്നെയാ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്റെ പൊന്നു രാജീവേട്ട എന്നല്ല, രാജീവ് നങ്ങണ്ടല്ലേ വിളിക്കുന്നത്. രാജീവ, നീ എന്താ ഈ പറയുന്നത്? അലീനയെ കൊണ്ട് നീ ഇപ്പൊ എന്ത് നേടിയെടുക്കാനാ? അവളെ അവിടുന്ന് പറഞ്ഞു വിടാനാ നോക്കേണ്ടത്. അലീനെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് നേടാൻ പല കാര്യങ്ങളും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ആളല്ല അലീന. അലീനയ്ക്ക് അങ്ങ് DYSP ആയി വരെ കണക്ഷൻ ഉണ്ട്. അറിയാമോ? അലീനേനെ ഒറ്റ രാത്രി കൊണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്ന് ഇറക്കിയത് DYSP നേരിട്ട് ബന്ധപ്പെട്ടിട്ടാ.
ഡിവൈഎസ്പി നേരിട്ട് ബന്ധപ്പെടാൻ മാത്രം അവളും ഡിവൈഎസ്പിയും തമ്മിൽ എന്ത് കണക്ഷനാ ഉള്ളത്? അങ്ങനെ കുറച്ച് കണക്ഷനൊക്കെ ഉണ്ട്. നീ അലീനയെ പോയി കണ്ടിട്ട് നീ അലീനയോട് പറയണം നിന്റെ മകനെ രക്ഷിക്കാനായിട്ട്. നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അലീനയോട് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മകനെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നു. ഇത് കേട്ടത് പെട്ടുപോയില്ലേ നമ്മുടെ വൈജ. അലീനയോട് മകനെ രക്ഷിക്കാൻ വേണ്ടി കാല് പിടിക്കാൻ വൈജ പോകുവോ? എവിടെ നിന്ന് പോകാനായിട്ടാ? എന്താ രാജീവായി പറയുന്നത്? ശിവേട്ട എന്താ ഈ പറയുന്നത്? അവളുടെ കാൽക്കൽ ചെന്ന് വീണിട്ട് എന്റെ മകനെ രക്ഷിക്കാൻ പറയാനോ? നിനക്ക് ലജ്ജയില്ല? ഒരു വേലക്കാരിയുടെ മുമ്പിൽ പോയി ഞാന് കാൽക്കൽ വീണിട്ട് എന്റെ മകനെ രക്ഷിക്കാൻ പറയാനായിട്ട്? ഞാനൊന്ന് നോക്കട്ടെ എന്റെ മകനെ വെളിയിൽ ഇറക്കാൻ പറ്റുമോ? അല്ലാതെ അവളുടെ ഔദാര്യം ഒന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വൈജയ് നീ അടങ്ങ്, നീ നിലത്ത് നിൽക്ക്. നീ ഈ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ പലതും മറച്ചു വെച്ചുകൊണ്ടാ നീ ഇപ്പം ജീവിക്കുന്നത്. നീ ഒത്തിരി അഹങ്കരിക്കാതെ വൈജയ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആരുടെ കാല് പിടിച്ചാണെങ്കിലും കൈ പിടിച്ചാണെങ്കിലും ആരുടെ അടുത്ത് എന്ത് ചെയ്തിട്ടാണെങ്കിലും മക്കളെ വെളിയിലിറക്കാൻ ഞങ്ങൾ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുക. അപ്പം നിനക്ക് അലീനയോടൊന്ന് ഫോൺ വിളിച്ച് അലീനയോടൊന്ന് സംസാരിക്കുന്നതിനാണോ നിനക്ക് ഇത്രയ്ക്ക് പ്രയാസം എന്ന് ചോദിച്ചപ്പോ നടക്കത്തില്ല, അത് നടക്കത്തില്ല, അവളുടെ മുമ്പിൽ തല കുനിക്കാനും കൈ കുനിക്കാനും കാല് പിടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലാതെ ഇറക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അല്ലാതെ ഇപ്പൊ ഇറക്കാൻ പറ്റും, നീ അങ്ങോട്ട് ചെല്ല്. എന്റെ പൊന്നു വൈജയ്, അങ്ങ് മന്ത്രിമാര് വരെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടതാ. അവരൊന്നും ഈ കേസ് ഏറ്റെടുക്കില്ലെന്നാ പറഞ്ഞത്. ആരും ഈ നാണം കെട്ട വൃത്തികെട്ട കേസ് ഏറ്റെടുക്കില്ല. ഒരാളെ കൊന്നാലും അതിന് ആ ഒരു ഇതിന് കൂട്ടു നിൽക്കാൻ ആരെങ്കിലും കൂടും. പക്ഷെ ഒരു പെങ്കൊച്ചിനെ ബലാത്സംഗം ചെയ്തു, അതും മയക്കുമരുന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആരും കൂട്ടു നിൽക്കത്തില്ല. അങ്ങനെ കൂട്ടു നിൽക്കുന്നവരും ലാസ്റ്റ് പ്രതികളായി പോവും. അതുകൊണ്ട് അവരൊന്നും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. നിനക്ക് പറ്റുമെങ്കിൽ ഇത് ചെയ്യാൻ പറഞ്ഞു. വൈജ ചെയ്യോ? ഏതായാലും വൈജയ്ക്ക് ഇത് തലയിലൊക്കെ കയറ്റിട്ട് വൈജ ഇങ്ങനെ കിടപ്പുണ്ട്. അലീനയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടാൻ വേണ്ടി മറ്റേ നിൽക്കുന്ന നമ്മുടെ വൈജ അലീനയോട് കാല് പിടിച്ച് സംസാരിക്കുക. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ശിവനും അതുപോലെ രാജീവനും കൂടെ ചെന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറയുക, നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കണം. വേറൊന്നുമല്ല, നമ്മുടെ മക്കളൊക്കെയാണ്, പക്ഷെ അവന്മാര് ചെയ്തിരിക്കുന്ന തെറ്റ് അത് എത്രത്തോളം വലിയതാണെന്നും അതുപോലെ ആ തെറ്റില് ഒരു പെങ്കൊച്ചിന്റെ ജീവിതം നശിച്ച് ഇരിക്കുകയാണെന്നും ഒക്കെ നമുക്കറിയാലോ. അപ്പൊ പിന്നെ നമ്മൾ ആരുടെ മുമ്പിൽ ചെന്ന് ഒരു മനസമാധാനത്തോടു കൂടി രക്ഷിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ? ആ ഒരു പെങ്കൊച്ചിന്റെ മുഖം മറിയുകയല്ലേ നമ്മുടെ മുന്നില് എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ബാലചന്ദ്ര ശരിയാകുന്നത്? നമ്മുടെ മക്കളെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ. അവര് തെറ്റ് ചെയ്തെന്നില്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവരുടെ ഭാവി ജീവിതം അതൊക്കെ നമ്മൾ നോക്കണ്ടേ? നമ്മൾ നോറ്റ് വളർത്തി ഇത്രയും കൊണ്ടെത്തിയിട്ട് കാക്കിക്കും പൂച്ചയ്ക്കും ഇട്ടെറിഞ്ഞു കൊടുക്കാനാണോ? അതിനല്ലല്ലോ. അതുകൊണ്ട് തെറ്റ് ചെയ്തു, എന്താണെങ്കിലും അവിടെ പുറത്തിറക്കിയേ പറ്റൂ. മാക്സിമം എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോയിട്ടാണെങ്കിലും ജാമ്യമെങ്കിലും മേടിച്ചെടുക്കണമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ബാലചന്ദ്രന് പകുതി മനസ്സോട് കൂടി നിൽക്കുകയാണ് കേട്ടോ. ബാലചന്ദ്രൻ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ കിട്ടണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹരീനെയല്ല, രോഹിത്തിനെ പുറത്തിറക്കണമെന്നുണ്ട്. ഹരീനെ പുറത്തിറക്കുവോ ഇറക്കാതിരിക്കുവോ? ഹരിയുടെ തനി വൃത്തികെട്ട സ്വഭാവം നന്നായിട്ട് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ആരും ഹരീനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കത്തില്ല. നമ്മുടെ കമലയും ശിവനും രാജീവനും ഒക്കെ കാണത്തുള്ളൂ. ഏതായാലും ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ അലീനയുടെ കാല് പിടിക്കാനായിട്ട് ശിവനും രാജീവനും ഒക്കെ എത്തുന്നുണ്ട്. അലീനയുടെ കാല് പിടിച്ച് അലീനയോടൊന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ശിവനും രാജീവനൊക്കെ എത്തുന്നുണ്ട്. ഏതായാലും അലീനയോട് സംസാരിച്ച അലീന ഡിവൈഎസ്പിനെ കൊണ്ട് രക്ഷിപ്പിക്കാൻ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അലീനയെ പിടിച്ചോണ്ട് പോയത് ഡിവൈഎസ്പി രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ കേസ്, അത് ന്യായമായ കേസ്. ഇതിപ്പം ഈ കേസിന് വല്ല ഡിവൈഎസ്പി ഒക്കെ വല്ല ഇടപെട്ട് വല്ല രക്ഷപ്പെടുത്താൻ പറ്റുമോ? അതായത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അടിപൊളി വിശേഷങ്ങളാണ്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് അപ്കമിങ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നൊരു അപ്കമിങ് വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയുടെ തൊട്ട് താഴെ കിടക്കുന്ന വീഡിയോ ആണ് അപ്കമിങ് വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വരാനിരിക്കുന്ന കഥയാണ് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന കഥയാണ്. നമ്മൾ നോവൽ ബേസ് ചെയ്താട്ടോ പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതി. അപ്കമിങ് വിശേഷം അല്ലെങ്കിൽ ഉടൻ വരുന്ന കഥ എന്നാണ് നമ്മളൊരു ക്യാപ്ഷൻ കൊടുത്തേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ലൈക്ക് അടിക്കാനും കൂടെ ശ്രമിക്കണം. അപ്പൊ ടാറ്റ, ബൈ ബൈ.